കോഴിക്കോട് DMO കസേര തർക്കത്തിനൊടുവിൽ തീരുമാനം. ഡിസംബർ 9 പുറപ്പെടുവിച്ച സ്ഥലമാറ്റ ഉത്തരവ് നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ കോഴിക്കോട് DMO ആയി ഡോക്ടർ ആശാദേവി ചുമതലയേറ്റു. അതേസമയം സ്ഥലമാറ്റ ഉത്തരവിന് മുൻപ് ഉദ്യോഗസ്ഥരെ കേൾക്കാത്ത ആരോഗ്യവകുപ്പ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രംഗത്തെത്തി. സ്ഥലം മാറ്റ ഉത്തരവുമായി എത്തിയ ഡോക്ടർ ആശാദേവിക്ക് കസേര ഒഴിഞ്ഞു കൊടുക്കാൻ നിലവിലെ DMO ഡോക്ടർ N രാജേന്ദ്രൻ തയ്യാറാകാതെ വന്നതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ആശാദേവിയെ കോഴിക്കോട്ടേക്കും രാജേന്ദ്രനെ തിരുവനന്തപുരത്തേക്കും സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ 9-നാണ്. എന്നാൽ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജേന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടെന്ന വാദമുയർത്തി ഡോക്ടർ രാജേന്ദ്രൻ കസേര വിട്ടു നൽകാനും തയ്യാറായില്ല. എന്നാൽ ഈ ഉത്തരവ് നിലനിർത്തണമെന്നായിരുന്നു ഡിസംബർ 20-നുള്ള ട്രിബ്യൂണൽ വിധി. അതുപ്രകാരമാണ് 9-ന് ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവ് വീണ്ടും സർക്കാർ നടപ്പാക്കുന്നത്. ഇതേ തുടർന്ന് ഡോക്ടർ ആശാദേവി കോഴിക്കോട് DMO ആയി ചുമതലയേൽക്കുകയായിരുന്നു. ഉത്തരവിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് ഡോക്ടർ N രാജേന്ദ്രൻ പ്രതികരിച്ചു. അറിയില്ല, ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, എനിക്കൊന്നും പറയാൻ. അതേസമയം സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട ട്രിബ്യൂണൽ വിധിയിൽ ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണുള്ളത്. ഡോക്ടർ ആശയ്ക്ക് സ്ഥലം മാറ്റത്തിൽ പ്രത്യേക ആനുകൂല്യം ലഭിച്ചെന്നും ട്രിബ്യൂണൽ വിമർശിച്ചു. പരാതിക്കാരെ കേട്ട് 1 മാസത്തിനകം പുതിയ ഉത്തരവിറക്കണമെന്ന് ട്രിബ്യൂണൽ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.